2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ ഇന്ത്യയിലെ സംപ്രേഷണാവകാശം ലഭിച്ചിരിക്കുന്നത് സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ്. ഇതിന്റെ ഓൺലൈൻ സ്ട്രീമിംഗ് അവകാശം അവരുടെ തന്നെ സഹോദര സ്ഥാപനമായ C5-നുമാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ലൈവ് സ്ട്രീമിംഗിനുള്ള അവകാശം C5-ൽ നിന്നും കേരളത്തിലെ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് ഫുട്ബോൾ ക്ലബ്ബ് കേരളം എന്ന സ്ഥാപനം സ്വന്തമാക്കിയതായി പത്രവാർത്തയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് വാണിജ്യ സ്ഥാപനങ്ങൾ, പ്രാദേശിക കൂട്ടായ്മകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർക്കെല്ലാം കേരളത്തിൽ ലൈവ് സ്ട്രീമിംഗ് കാണിക്കണമെങ്കിൽ ഇവരുടെ ലൈസൻസ് ആവശ്യമായി വരും എന്നൊരു ആശങ്ക ഫുട്ബോൾ പ്രേമികൾ ഉയർത്തുന്നുണ്ട്. ഫിഫ ലോകകപ്പ് സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട് ഫിഫയും സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡും തമ്മിൽ ഒപ്പുവെക്കുന്ന കരാറിൽ സംസ്ഥാന സർക്കാരുകൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ അല്ല. കരാർ വ്യവസ്ഥകളൊന്നും തന്നെ പൊതുമണ്ഡലത്തിൽ ലഭ്യമായിരുന്നില്ല. വാണിജ്യ സ്ഥാപനങ്ങൾ, മാളുകൾ അവരുടെ കച്ചവട താൽപര്യത്തിനായി ചെയ്യുന്ന ലൈവ് സ്ട്രീമിംഗും കായിക പ്രേമികൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവേശന ഫീസ് വാങ്ങാതെ സൌജന്യമായി നടത്തുന്ന ലൈവ് സ്ട്രീമിംഗും രണ്ടായിട്ടാണ് സർക്കാർ കാണുന്നത്. ഫുട്ബോൾ പ്രേമികളുടെ നേതൃത്വത്തിൽ സൌജന്യമായി ചെയ്യുന്ന ലൈവ് സ്ട്രീമിംഗിന് തടസ്സമുണ്ടാകരുത് എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് കായിക പ്രേമികൾക്കുണ്ടായ ആശങ്ക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ആശാവഹമായ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ലാഭേച്ഛയില്ലാതെയും കച്ചവട താൽപര്യമില്ലാതെയും കായിക പ്രേമികളും ജനകീയ കൂട്ടായ്മകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനും സൌജന്യമായി സംഘടിപ്പിക്കുന്ന പബ്ലിക് സ്ട്രീമിംഗ് പ്രയാസമില്ലാതെ നടത്തുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്നതിൽ അടിയന്തരമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇതിന്റെ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്.